മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കുരിശിലെ ഗജാതനെ തകർത്തു വൈരികൾ, കനിശവും വിമോചനം വരുത്തി വയ്ക്കയോ. അഴുകിനാറും ശവസമാനരായ പാപികൾ അഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ റിജോയ് കെ ജോൺ തളിപ്പറമ്പ് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുകയാണ്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശുമരണത്തെയും കുറിച്ചുള്ള ചിന്തകൾ നമ്മെ ആരാധനയുടെ ആഴങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. നാം വായിച്ച വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴമാണ്. യഥാർത്ഥ സ്നേഹം എന്നത് ഒരു ത്യാഗമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നത് ത്യാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. യേശു കർത്താവ് അത് കേവലം വാക്കുകളിൽ ഒതുക്കുകയായിരുന്നില്ല, മറിച്ച് കാൽവറിക്കുന്നിൽ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുവാനിടയായി. അതുമാത്രമല്ല, കർത്താവിൻ്റെ സ്നേഹം അത് നിരുപാധികമായ സ്നേഹമാണ്. ലോകത്തിലെ സ്നേഹം പലപ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിച്ചുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്നും പ്രതീക്ഷിച്ചുള്ളതല്ല. അത് പറയുവാനായിട്ട് കാരണം റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. കർത്താവിൻ്റെ സ്നേഹം നേടുവാനായിട്ട് നമുക്കൊരിക്കലും യാതൊരു അവകാശമോ യോഗ്യതയോ ഇല്ലാതിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് അവൻ നമ്മെ സ്നേഹിച്ചത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഒരു നിരുപാധിക സ്നേഹമാണ്. യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവം ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെ തെളിവാണ്. നാം അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷയും വേദനയുമാണ് യാതൊരു പാപവും ചെയ്യാത്ത നമ്മുടെ കർത്താവ് നമ്മെ പ്രതി അനുഭവിച്ചത്. നാം അനുഭവിക്കേണ്ട മരണശിക്ഷയാണ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ആസ്വദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. രണ്ടാമതായി നമുക്ക് ആ വാക്യത്തിൽ നിന്നും ചിന്തിക്കുവാൻ കഴിയുന്നത് അവൻ്റെ അനുസരണത്തിൻ്റെ ഒരു മാതൃകയാണ്. യേശു ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജീവിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
കഠിനമായ വേദനയുടെയും മരണത്തിൻ്റെയും മുൻപിൽ പോലും പിതാവിൻ്റെ ഹിതത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 42 വാക്യത്തിൽ നാം കാണുന്നത്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് ഗെത്സേമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുവാൻ ഇടയായിത്തീർന്നത്. ഫിലിപ്പി ലേഖനം 2 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമുദ്ധം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പിതാവായ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുവാനിടയായി. എല്ലാ അധികാരവും ദൈവത്വവും ഉണ്ടായിരുന്നിട്ടും യേശു തൻ്റെ അവകാശങ്ങളെല്ലാം മാറ്റിവെച്ച് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു ദാസൻ്റെ രൂപം സ്വീകരിക്കുവാനിടയായിത്തീർന്നു. ക്രിസ്തുവിൻ്റെ ഈ അനുസരണമാണ് നമുക്ക് രക്ഷ ലഭിക്കാനായിട്ട് കാരണമായി തീർന്നു. മൂന്നാമതായി നാം ആ വാക്യത്തിൽ കാണുന്നത്, അവിടുന്ന് ഒരു വിടുതൽ നമുക്ക് ലഭ്യമായി തീർന്നു. നമുക്ക് വേണ്ടി അവൻ കഷ്ടതകളും വേദനകളും അനുഭവിച്ച് തൻ്റെ പ്രാണനെ നമുക്കായി അവൻ നൽകുവാനിടയായിത്തീർന്നു. എന്നാൽ 3-ാം ദിവസം മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന നമുക്കൊരു വിടുതൽ ലഭ്യമായി തീരുവാൻ ഇടയായിത്തീർന്നു. പാപത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് സൗഖ്യം ലഭിക്കാനും ഇടയായി. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവം കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് അത് നമ്മുടെ വിടുതലിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അവൻ അനുഭവിച്ച ഓരോ പീഡനങ്ങളും നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ കർത്തൃ ദിവസം നമ്മുടെ കർത്താവിനെ ആരാധിക്കാനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ ഭാരവും ചുമന്ന് കാൽവറിയിലേക്ക് നടന്ന ആ രക്ഷകനെ നമുക്ക് ഓർക്കാം. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ നാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അരിഗണത്തെ അരിഗണച്ച് സുതജനങ്ങളായി പരിഗണിച്ചു പരിചരിക്കും അകമഴിഞ്ഞതാ. അരിഗണത്തെ അരിഗണച്ച് സുതജനങ്ങളായി പരിഗണിച്ചു പരിചരിക്കും അകമഴിഞ്ഞതാ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ.